ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളൊരു തക്കാളിയും മുട്ടയും വെച്ചിട്ട് ഒരു ഒലത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള, പിന്നെ നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ആവശ്യം ഉപ്പാണ്. നമുക്കിനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മുളക് പൊടി നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടണം. ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ടയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒന്ന് പൊട്ടിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാവുള്ളൂ. അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതിൻ്റെ ഉപ്പുമൊക്കെ ഒന്ന് നോക്കിയ ശേഷം നമ്മൾ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പവും എന്തിനു വേണേലും നമുക്ക് കഴിക്കാം. താങ്ക് യു.